لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. വിശുദ്ധ റമദാൻ മാസത്തിൽ കുവൈത്ത് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന റയ്യാൻ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്കുള്ള അനൽപമായ സന്തോഷം ഞാൻ ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരുമാണ് മനുഷ്യർ. ആത്മാവും ശരീരവും കൂടിച്ചേർന്ന മനുഷ്യൻ ശരീരത്തിന് മുൻഗണന നൽകുമ്പോൾ അവൻ സുഖഭോഗങ്ങളുടെ അടിമയായി മാറുകയും മൃഗീയതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉത്തുംഗതയിൽ എത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിലും അധർമ്മത്തിൻ്റെ അഴുക്കുചാലിൽ അങ്ങനെയുള്ളവർ എത്തിച്ചേരുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ മനുഷ്യൻ്റെ ആത്മാവിന് ദുർബലത സംഭവിക്കുന്നു. എന്നാൽ ദൈവിക മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവർ മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരും മനുഷ്യത്വമുള്ളവരുമായി മാറുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളെല്ലാം സമൂലമായ സംസ്കരണത്തിന് അവരെ പ്രാപ്തമാക്കുന്നു. നല്ല മനുഷ്യരായി മാറാൻ തൻ്റെ മണിക്കൂറുകളെ നമസ്കാരം കൊണ്ടും തൻ്റെ ദിവസത്തെ വെള്ളിയാഴ്ച കൊണ്ടും മാസങ്ങളെ വ്രതാനുഷ്ഠാനം കൊണ്ടും തൻ്റെ ആയുസ്സിനെ ഹജ്ജ് കർമ്മം കൊണ്ടും ഏറ്റവും ഉദാത്തമായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ മനുഷ്യരെ പ്രാപ്തമാക്കുന്ന ആരാധനാകർമ്മങ്ങളാണ് ഇസ്ലാം അനുശാസിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിന് അങ്ങേയറ്റം പരിഗണന നൽകുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്. നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു മാസം ഇതാ സമാഗതമായിരിക്കുന്നു. ഫർളല്ലാഹു അലൈക്കും സിയാമുഹു. അതിൽ വ്രതാനുഷ്ഠാനം നിർവഹിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ്സമാ. ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ 1000 മാസങ്ങളെക്കാൾ ഗുണകരമായ പ്രതിഫലാർഹമായ ഒരു രാത്രിയെ സംബന്ധിച്ച് അത് സന്തോഷവാർത്ത അറിയിക്കുന്നു. ഇങ്ങനെയുള്ള നന്മകൾ ആർക്കെങ്കിലും തടയപ്പെടുകയാണെങ്കിൽ ഫഖദ് ഹുരിമ. അവൻ ജീവിതത്തിലെ എല്ലാ നന്മകളിൽ നിന്നും തടയപ്പെടുമെന്ന് നസായി നിവേദനം ചെയ്ത പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് ശരീരത്തിന് സൗഖ്യവും അവൻ്റെ മനസ്സിന് സംതൃപ്തിയും ആത്മാവിന് പരിശുദ്ധിയും പ്രദാനം ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യവിമോചനത്തിന് വേണ്ടി രംഗത്തു വന്ന പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ഈ രംഗത്ത് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇസ്ലാം മാത്രമാണ് മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനും എല്ലാ രംഗത്തും യഥാർത്ഥ മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുവാനും സാധ്യമാകുന്ന മതമെന്ന് ലോകം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആരാധനാകർമ്മങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് തഖ്വയാണ്, ഭക്തിയാണ്. എടുക്കുവാൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ മനപ്പാഠവും അർത്ഥസഹിതമുള്ള പഠനവും അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്, വ്രതാനുഷ്ഠാനം അങ്ങേയറ്റത്തെ പരിശീലനമാണ് നമുക്ക് നൽകുന്നത്. തൻ്റെ സമ്പത്തിലും സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുമെല്ലാം അങ്ങേയറ്റത്തെ ആത്മനിയന്ത്രണം പാലിക്കുവാനും
ആവശ്യമായിട്ടുള്ള അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള മാർഗത്തിൽ മുന്നോട്ടു പോകുവാനും വിശ്വാസികളെ പ്രാപ്തമാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുവഴി ത്യാഗസന്നദ്ധതയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ബനൂ ഇസ്രായേൽ വിഭാഗത്തിൽ ജാലൂത്തിനെ നേരിടാൻ താലൂത്തിനെ വിശ്വാസികൾക്ക് നേതാവായി നിശ്ചയിച്ചു കൊടുത്ത ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നു. അവർക്കൊരു പരീക്ഷണമുണ്ടായിരുന്നു. അവിടെ ഉള്ള നദിയിൽ നിന്ന് ഒരൽപ്പം ഒരു കൈക്കുമ്പിളിൽ വെള്ളം മാത്രം കുടിക്കാം, അതിലപ്പുറം വെള്ളം കുടിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ലെന്ന് അള്ളാഹു അവരെ പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ആ പരീക്ഷണത്തിൽ മഹാഭൂരിപക്ഷവും വെള്ളം കുടിച്ചു. എന്നാൽ ഒരു ന്യൂനപക്ഷ വിഭാഗം രംഗത്തു വരികയും അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റബ്ബന അഫ്രിഖ് അലൈനാ സബ്ര, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണമേ, ഞങ്ങളുടെ കാലടികളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. അതുവഴി ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും വിശ്വാസത്തിന്റെ വഴിയിൽ ത്യാഗസന്നദ്ധതയോടുകൂടി മുന്നോട്ടു പോകുവാനും വിശ്വാസികൾക്ക് സാധ്യമായ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനും ആദർശരംഗത്ത് ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമുക്ക് അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി ഇഹലോകത്തും പരലോകത്തും ജീവിക്കുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.